ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുമോ? ഇന്നത്തെ പെണ്ണുങ്ങൾ പടച്ചവനെ നല്ല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോൾ, നല്ല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോ ആരാ? ഹല്ലലയാരാ? ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പഠിക്കാനുള്ള ചരിത്രമാ. മഹാനായ സ്വഹാബിയാണ് ഹല്ലല റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ കാത്തിരുന്ന് ഒരുപാട് വർഷം കഴിഞ്ഞു. അവസാനം അവിടത്തെ വിവാഹം ഉറയ്ക്കുകയാണ്. ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടുകയാണ്. പടച്ചവരെ, ഹല്ലല റളിയല്ലാഹു തആല അൻഹു അവിടത്തെ ജനാസയാണ് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ റസൂലുള്ളാഹി ചിരിക്കുകയാ, മുത്തുനബി മുഖം തിരിക്കുകയാ. പടച്ചവരെ, സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. ഖബറിന്റെ ചാരത്ത് നിന്ന് ചിരിക്കാൻ പാടില്ലല്ലോ, കാരണം ഖബർ കരയേണ്ട സ്ഥലമാണല്ലോ, ഖബർ പേടിക്കേണ്ട സ്ഥലമാണല്ലോ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ആ ഖബർ കണ്ടാ കരയണമെന്നാണ്, ആ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ പേടിക്കണമെന്നാണ്. ഒരു മനുഷ്യന്റെ, ഒരു സ്വഹാബിയുടെ ജനാസയാണ്. ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുണ്ടല്ലോ, ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ റസൂലുള്ളാഹി ചിരിച്ചുകൊണ്ട് മുഖമങ്ങ് തിരിക്കുകയാ. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ചിരിച്ചത്? എന്തേ നബിയേ ചിരിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത സ്വഹാബാ, ഹല്ലലയെ പെണ്ണുങ്ങൾ കുളിപ്പിക്കുകയാ. അവിടുന്ന് ഷഹീദായ സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ ജനാസ അവിടുന്ന് കുളിപ്പിക്കുന്നു സ്വഹാബാ. കാരണമെന്തെന്നറിയോ? കാരണമെന്തെന്നറിയുമോ? അല്ലാഹുവേ, വിവാഹത്തിന്റെ അന്നാണ്, വിവാഹത്തിന്റെ അന്നാണ് യുദ്ധത്തിന് വേണ്ടി പ്രവാചകനും സ്വഹാബത്തും കടന്നു പോകുന്നത്. ആ സമയത്ത് ഹല്ലല റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാനും യുദ്ധത്തിന് വരട്ടെ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട, ഇന്ന് നിന്റെ വിവാഹമാണ്. പ്രവാചകൻ ഇവിടുന്ന് നിക്കാഹ് കഴിച്ചു കൊടുത്തു. ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിന്റെ നിക്കാഹ് നടത്തി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന് നിന്റെ ആദിരാത്രിയാണ്, ഇന്ന് നീ നിന്റെ ഭാര്യയുടെ കൂടെയാണ്, നീ യുദ്ധത്തിന് വരണ്ടെന്ന് പറഞ്ഞു. ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ അവിടുന്ന് മണിയറയിലേക്ക് പറഞ്ഞു വിടുകയാ. എല്ലാവരും യുദ്ധത്തിന് പോയി. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും യുദ്ധത്തിന് പോയി. ഹല്ലല റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിഞ്ഞ് പുതുമണവാട്ടിയുടെ കൂടെ മണിയറക്കകത്ത് കിടക്കുകയാ. രണ്ടുപേരും കൂടെ മണിയറക്കകത്ത് കിടക്കുകയാണ്. പടച്ചവനെ, രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. ഹല്ലല റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മുതുമണവാട്ടിയുടെ നെഞ്ചത്തിങ്ങനെ കിടക്കുമ്പോ അവിടുന്ന് ഓർമ്മ വരുന്നു, യുദ്ധം നടക്കുകയല്ലേ, അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും യുദ്ധം നടക്കുകയാണ്. ആരോ വിളിച്ചു പറയുകയാണ്, അതാ വലിയ ഘോരമായ യുദ്ധമാണ് നടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബാക്കളിൽ പലരും അവിടുന്ന് ഷഹീദായി. ഹല്ലല മണിയറക്കകത്ത് കിടക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പുതുമണവാട്ടിയുടെ നെഞ്ചത്ത് കിടക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അവിടുന്ന് യുദ്ധത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഹല്ലല റളിയല്ലാഹു തആല അൻഹു മണിയറക്കകത്ത് നിന്ന് ചാടി എഴുന്നേൽക്കുകയാ. യുദ്ധത്തിന് പോകാൻ തയ്യാറാകുമ്പോ പുതുമണവാട്ടിയാട് ഒന്നാമത്തെ രാത്രിയാണ്. ഒരു ഭർത്താവിന്റെ ചൂടെന്തെന്നറിയാത്ത ഭാര്യ. ഹല്ലല റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചാടി എഴുന്നേൽക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന, പെണ്ണേ,
വിധിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്നാൽ, ഈ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നാൽ ആദ്യം ഞാൻ നിന്റെ മുന്നിലേക്കായിരിക്കും കടന്നു വരുന്നത്. ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ കാടാ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ, അല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടത്തെ വാളെടുത്ത് കയ്യിൽ കൊടുക്കുകയാ, അവിടത്തെ വാളെടുത്ത് കയ്യിൽ കൊടുക്കുകയാ. പടച്ചവരെ, ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറയിൽ നിന്ന് യാത്രയാക്കുകയാ. അവളാ ഭാര്യ, അവളാ സാലിഹത്തായ ഭാര്യ. പടച്ചവരെ, അങ്ങനെ ഒരു പെണ്ണിനെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? നീ ഭാഗ്യവാനാ. നിന്റെ ഭാര്യ സ്വാലിഹത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വലിയ ശുദ്ധിക്കാരനായിട്ടാ യുദ്ധത്തിന് പോയത്. അവിടുത്തെ മലക്കുകൾ അല്ലാഹുവേ ആ സ്വഹാബിയുടെ ജനാസ കുളിപ്പിക്കുന്നത് കണ്ടിട്ട്, അവിടുത്തെ ജനാസ കുളിപ്പിക്കുന്നത് കണ്ടിട്ടാ മുത്തുനബി അവിടുന്ന് മുഖം തിരിച്ചത്, അവിടുന്ന് ചിരിച്ചതെന്ന് ചരിത്രം പറയുമ്പോ